അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട മക്കളെ, നമ്മളെ ദുറൂസിലെ 4-ാമത്തെ പാഠം അർ-റാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. കരുണ കാണിക്കുന്നവരോട് പരമകാരുണ്യകൻ കരുണ കാണിക്കുമെന്നായ പാഠത്തിൻ്റെ തദ്രീബാത്താണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ അവിടെ മാലി മുലാരി മസ്തർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് ഏകവചനവും ബഹുവചനവും, ഇതൊക്കെ നമുക്ക് അറബി ഭാഷയിൽ അത്യാവശ്യമുള്ള വസ്തുക്കളാണ്. അപ്പോൾ പാസ്റ്റ് ഫ്യൂച്ചർ സ്റ്റെമ്മ് നമുക്കൊരു പദം കിട്ടിയാൽ അതിൽ വന്നാൽ മറ്റുള്ള പദങ്ങൾ ഉണ്ടാക്കുക. ഇംഗ്ലീഷൊക്കെ അങ്ങനെ തന്നെയാണ്, എല്ലാ ഭാഷ അങ്ങനെ തന്നെയാണ്. ഒരു മസ്തർ അടിസ്ഥാനപരമായ തൊറുത് കിട്ടിയാൽ അതിനാണ് തറത് ഉണ്ടാക്കലും യതുറുത് ഉണ്ടാക്കലും ഒക്കെ കേട്ടോ. സർവ്വ അറബി വേർഡുകളും മുസ്തക്ക് മിൻഹു ആകുന്ന മസ്തറിന്ന് പോകുന്നതാണ്. മസ്തറാണ് എല്ലാത്തിനും മസ്തർ പഠിക്കണം നമ്മൾ, ഓരോ പദത്തിൻ്റെ അതായിരിക്കും അടിസ്ഥാന പദം. അപ്പോൾ തൊറത യതുറുദു തൊർദുൻ, ആട്ടി ഓടിച്ചു, ആട്ടി ഓടിക്കും, ആട്ടി ഓടിക്കൽ. റഅ യറ റുഇയതൻ, കണ്ടു കാണും കാണൽ. അത്അമ യുത്ഇമു ഇത്ആമുൻ, ഭക്ഷിപ്പിച്ചു ഭക്ഷിക്കും ഭക്ഷിപ്പിക്കൽ. സഖ യസ്ഖി സഖിയുൻ, കുടിപ്പിച്ചു കുടിപ്പിക്കും കുടിപ്പിക്കൽ. ഗസല യഗ്സിലു ഗസ്ലുൻ, നശഅ യൻശഉ നുശൂഉൻ. പിന്നെ ഖദിമ യഖുദുമു ഖുദൂമുൻ, ഇത് വളർന്നു കേട്ടോ. ഗസലാനെ കുളിപ്പിച്ചു കഴുകി എന്നൊക്കെ പറയാം. ഖദിമ യഖുദുമു ഖുദൂമുൻ, ഖദിമ യഖുദുമു ഖുദൂമുൻ. പിന്നെ അവിടെ ബാബ്, അതിൻ്റെ ബഹുവചനാണ് അബുവാബ്. വാതിൽ വാതിലുകൾ. കുത്തുബ് അഖ്താബ്. ഈ ജീമിട്ടാൽ ഇങ്ങനെ പുസ്തകത്തിലൊക്കെ ഒരു പദവും അതിൻ്റെ അടിയിൽ ജീമിട്ടാൽ മനസ്സിലാക്കണം അത് ഏകവചനവും ബഹുവചനമാണ്. സമനുൻ സംന, വികലാംഗൻ വികലാംഗന്മാർ. ഷൗറുൻ ഷുഊറുൻ, മുടി മുടികൾ. സൗബുൻ സിയാബുൻ, വസ്ത്രം വസ്ത്രങ്ങൾ. മരീലുൻ മർള, രോഗി രോഗികൾ. അഅ്മ ഉമ്യ, അഅ്മ പറഞ്ഞ അന്ധൻ, ഉമ്യ എന്ന് പറഞ്ഞാൽ അന്ധന്മാർ. അപ്പോൾ അതങ്ങനെ മനസ്സിലാക്കണേ. ഇനി പിന്നെ നമ്മളിതിൽ കുറച്ച് അറബി വേർഡുകൾ പറയുന്നുണ്ട്, അറബി വാക്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ മലയാളങ്ങൾ പറയണം, അറബി സെൻറ്റൻസുകൾ. ഇർഹമു മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ. അതിൻ്റെ അർത്ഥം എന്താണ്? ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക എങ്കിൽ ആകാശത്തുള്ളവൻ അഥവാ അള്ളാഹു നിങ്ങളോടും കരുണ കാണിക്കും. 2. കാന യജ്മഉ ഹതബൻ വയഹ്മിലുഹു അലാ റഅസി. അദ്ദേഹം അഥവാ റിഫായി ഷെയ്ഖ് വറക് ശേഖരിക്കുകയും അത് തൻ്റെ തലയിൽ ചുമക്കുകയും ചെയ്യുമായിരുന്നു. കാന ഷെയ്ഖു റിഫായി റഹിമഹുല്ലാഹ് കസീറ റഅഫതി ബികുല്ലി ഇൻസാനിൻ. അതിൻ്റെ അർത്ഥം എന്താണ്? ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു എല്ലാ മനുഷ്യരോടും ഏറെ ദയയുള്ളവരായിരുന്നു. പിന്നെ 4. ഗുലിദ ഷെയ്ഖു റിഫായി റഹിമഹുല്ലാഹ് ബിൽ ഇറാഖ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു ഇറാഖിലാണ് ജനിച്ചത്, പ്രസവിക്കപ്പെട്ടത്. ഹാദാ കൽബുൻ മജ്ദൂമുൻ ജൗആൻ. എന്താ അതിൻ്റെ അർത്ഥം? ഇതൊരു കുഷ്ഠരോഗം ബാധിച്ച വിശന്ന് വലഞ്ഞ നായയാണ്. അപ്പോൾ അതുമായി ഈ നുജീബു, ഉത്തരം പറയാൻ കേട്ടോ, ഉത്തരം പറയണം. എന്താണ് ഉത്തരം? മൻ ഹുവ ഷെയ്ഖ് അഹ്മദുർ റിഫായി റഹിമഹുല്ലാഹ്. ആരാണ് ഷെയ്ഖ് അഹ്മദ് റിഫായി? അതിൻ്റെ അർത്ഥം അറബി തന്നെ പറയാം. അറബി ചോദിച്ചാൽ അറബി പറയണ്ട്. അഷെയ്ഖ് അഹ്മദ് റിഫായി റഹിമഹുല്ലാഹ് മിനൽ അഖ്താബിൽ അർബഅത്തിൽ മഷ്ഹൂരീൻ. പ്രഗത്ഭരായ 4 കുത്തുബുകളിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഷെയ്ഖ് അഹ്മദ് റിഫായി. പ്രശസ്തരായ 4 കുത്തുബുകളിൽ ഒരാളാണ്. ഇനി പറയാമാണെങ്കിൽ പറയാം, പക്ഷെ നമുക്ക് അവിടെ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ചുരുക്കി എഴുതിയത് കേട്ടോ. 2. കൈഫ കാന മുആമലതുഹു മഅൽ മജ്ദൂമീന വസ്സംന വൽ മർള വൽ ഉംയാൻ. കുഷ്ഠരോഗികൾ, വികലാംഗ രോഗികൾ, അന്ധന്മാർ എന്നിവരോടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? അതിന് മറുപടി അറബിയിൽ പറയണം.
കാന അതൂഫൻ റഊഫൻ യഗ്സിലു ലിൽ മജ്ദൂമീന വസ്സംന സിയാബഹും വയുലഫി ശുഊറഹും വയഅകുലു മാഹും വയത്ലുബു ദുആഹും വകാന യഊദുൽ മർളാ വയഖൂദുൽ ഉംയാൻ. അതിനർത്ഥം എന്താ? അദ്ദേഹം വളരെ ദയാലുവും കാരുണ്യമുള്ളവരും കുഷ്ഠരോഗികളെയും വികലാംഗന്മാരെയും വിസർജനങ്ങൾ അദ്ദേഹം കഴുകി കൊടുക്കുകയും അവരുടെ തലമുടി ചീകി വൃത്തിയാക്കുകയും ചെയ്യുമായിരുന്നു. അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും അവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹം രോഗികളെ സന്ദർശിക്കുകയും അന്ധന്മാരെ കൈപിടിച്ചു നടത്തുകയും ചെയ്തിരുന്നു. അടുത്ത ചോദ്യം, കൈഫ തഅഹദ ശൈഖു റിഫാഇ റഹിമഹുല്ലാഹ് അൽ കൽബൽ മജ്ദൂബ്. കുഷ്ഠരോഗം ബാധിച്ച നായയെ ഷെയ്ഖ് അഹ്മദ് റിഫാഇ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് പരിചരിച്ചത്? خرج به إلى البرية وضرب عليه مظلة فصار يطعمه ويسقيه ويداويه حتى شفي بعد 40 يوما فسخن له الماء وغسل به. അതാണ് അർത്ഥം, അതാണ് ഉത്തരം. കൈഫത്തഹദൻ്റെ കേട്ടോ. ഇങ്ങനെ മലയാളത്തിൽ പറയണം. അദ്ദേഹം അതിനെയും എടുത്തി വിജനമായ ഒരു സ്ഥലത്തേക്ക് പോയി അതിന് മുകളിലായി ഒരു തണൽ അഥവാ ഒരു കൂര ഉണ്ടാക്കി. അങ്ങനെ 40 ദിവസത്തിന് ശേഷം രോഗം മാറുന്നത് വരെ അദ്ദേഹം അതിന് ഭക്ഷണവും വെള്ളവും നൽകുകയും മരുന്ന് ചെയ്യുകയും ചെയ്തു. പിന്നീട് അതിനായി വെള്ളം ചൂടാക്കി അതുപയോഗിച്ച് അതിനെ കുളിപ്പിച്ചു. പിന്നെ മാദാ കാനത്ത് ആദത്തു ഷെയ്ഖ് അർ-റിഫാഇ റഹിമഹുല്ലാഹ് ഇദാ ഖദിമ മിൻ സഫരി. യാത്ര കഴിഞ്ഞ് വന്നാൽ ഷെയ്ഖ് അഹ്മദ് റിഫാഇ റളിയല്ലാഹുവിന്റെ പതിവ് എന്തായിരുന്നു? അതിനർത്ഥം ഉത്തരം, കാന ഇദാ ഖദിമ മിൻ സഫരിൻ وقرب من بلده يجمع حطبا ويحمله على رأسه فإذا دخل البلد فرق الحطب على الأرامل والمساكين والزمنة والمرضى والعميان والمشايخ. അദ്ദേഹം യാത്ര കഴിഞ്ഞ് തൻ്റെ നാട്ടിലേക്ക് അടുക്കുമ്പോൾ വിറകുകൾ ശേഖരിച്ചു തലയിൽ ചുമക്കുമായിരുന്നു. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഈ വിറക് വിധവകൾ, അതുപോലെ പാവപ്പെട്ടവർ, വികലാംഗന്മാർ, രോഗികൾ, അന്ധന്മാർ, പ്രായമായവർ എന്നിവർക്ക് വീതിച്ചു നൽകുമായിരുന്നു. ഞാൻ അസൈൻമെന്റ് തയ്യാറാക്കാനാണ്. ഷെയ്ഖ് തങ്ങളെ കുറിച്ച് പ്രബന്ധം റെഡിയാക്കാനാണ്. അഷെയ്ഖ് അർ-റിഫാഇ റഹിമഹുല്ലാഹ് മനുഷ്യരോടും മിണ്ടാപ്രാണികളോടും അതിരറ്റ കാരുണ്യം കാണിച്ച മഹാത്മാവായിരുന്നു. സമൂഹത്തിൽ ആരും തിരിഞ്ഞു നോക്കാത്ത കുഷ്ഠരോഗികൾക്കും വാതരോഗികൾക്കും വസ്ത്രങ്ങൾ കഴുകിക്കൊടുക്കാനും അവരെ പരിചരിക്കാനും അദ്ദേഹം സമയം കണ്ടിരുന്നു. അന്ധന്മാരുടെയും വിധവകളുടെയും പാവപ്പെട്ടവരെയും അന്ധന്മാരെയും വിധവകളെയും പാവപ്പെട്ടവരെയും വിറക് ചുമന്നും മറ്റു സഹായങ്ങൾ നൽകിയും അദ്ദേഹം സഹായിക്കൽ പതിവായിരുന്നു. മനുഷ്യരെ പോലെ തന്നെ മറ്റു മൃഗങ്ങളോടും അദ്ദേഹം കരുണ കാണിച്ചിരുന്നു. നാട്ടുകാർ ആട്ടിയോടിച്ച കുഷ്ഠരോഗം ബാധിച്ച നായയെ 40 ദിവസത്തോളം ഭക്ഷണവും മരുന്നും നൽകി പരിപാലിച്ച് രോഗം ഭേദമാക്കിയത് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തെ ഏറ്റവും വലിയ പ്രായോഗിക മാതൃകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഖൈറായ ഉദ്ദേശങ്ങൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. നല്ല ബുദ്ധി തരണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. രക്തബന്ധത്തിലും കെട്ടുബന്ധത്തിലും പലരും ഖബറിലുണ്ട്. അവരെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.